ചതയ നക്ഷത്രത്തിന്റെ അധിപൻ എന്തായാലും ശുക്രനാണ്. നിങ്ങളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നല്ല ക്രിയേറ്റീവ് ആണ്, ആംബിറ്റിയസ് ആണ്, അട്രാക്റ്റീവ് ആണ്. നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ ചാമാണ്, ഇൻ്റലിജൻസ് ആണ്, നല്ല ഇന്നോവേറ്റീവ് ആണ്, പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നല്ല താല്പര്യമുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നല്ല ഈഗോ ആണ്, നല്ല ഓവർ കോൺഫിഡൻസ് ആണ്. നിങ്ങൾ റെസ്റ്റ് എടുക്കില്ല, മറ്റുള്ളവർ നിങ്ങളെ ചതിക്കും, നിങ്ങളും ചതിക്കും. അതുകൊണ്ട് നിങ്ങൾ ചതയാനും ചാൻസ് ഉണ്ട്, ചതിക്കാനും ചാൻസ് ഉണ്ട്, ചതഞ്ഞറിയാനും ചാൻസ് ഉണ്ട്. എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റും, അതുപോലെ എന്നിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയാറുണ്ട്. ഒക്ടോബർ മാസത്തിൽ ഓവർ കോൺഫിഡൻസ് കാരണം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല. അത് നിങ്ങൾക്ക് നല്ല പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. മൂഡ് സ്വിങ്സും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മൈനർ സ്ട്രെസ്സും നിങ്ങൾക്ക് ഒക്ടോബറിൽ നല്ല രീതിയിൽ എന്തായാലും വരുത്തി വെച്ചിട്ടുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒക്ടോബറിൽ നിങ്ങൾ ക്ഷമയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവും. നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിയിൽ ഒരു റെക്കഗ്നിഷൻ കിട്ടും. അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും വലിയ രീതിയിൽ ഉണ്ടാവില്ല. പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയും. ബിസിനസ്സിൽ എന്തായാലും പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ പാർട്ട്ണർഷിപ്പ് പുതിയത് വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ തീരുമാനം പോലെ ആയിരിക്കും, പാർട്ട്ണർ വേണോ വേണ്ടയോ എന്നുള്ളത്. പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത്, എന്തായാലും ഇമ്പൾസീവ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. ഈഗോ കൺട്രോൾ ചെയ്യുക, എന്നിട്ട് പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് തന്നെ പോവുള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പുതിയൊരു അട്രാക്ഷൻ, പാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ് എന്തായാലും സ്ട്രെങ്തനിങ് ചെയ്യാം. ഈഗോ, അതുപോലെ അറ്റൻഷൻ സീക്കിംഗ് ഒന്നും പാടില്ല. ഒരുപാട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നും കാട്ടിക്കൂട്ടരുത്, മെസ്സേജ് അയക്കരുത്, പൊസസീവ് ആവരുത്. അതുപോലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലി അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ചെറിയ റൊമാൻറ്റിക് ഗസ്റ്റർ, അതൊക്കെ നല്ല ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അത് നല്ല സ്ട്രോങ് ബോണ്ട് ഉണ്ടാവും. ഹൃദയം കൊണ്ട് ജയിക്കാൻ നോക്കുക, വെറുതെ വാക്ക് തർക്കത്തിലൂടെ ജയിക്കാൻ ശ്രമിക്കരുത്. അതെന്തായാലും നിങ്ങൾക്ക് നവംബർ മാസത്തിൽ നല്ല രീതിയിൽ തന്നെ ദോഷം ചെയ്യും. പേഴ്സണൽ ലൈഫ്, മൈൻഡൊക്കെ നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ടാവും, കോൺഫിഡൻ്റ് ആയിരിക്കും, കാര്യങ്ങളൊക്കെ ആക്ഷൻ എടുത്ത് എന്തായാലും വിജയിക്കും. നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ ബുദ്ധിയും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തായാലും വിജയിക്കാൻ നല്ല രീതിയിൽ തന്നെ കഴിയും. റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, സ്പെക്കുലേഷൻ, അതുപോലെ കടം കൊടുക്കലോ ഒന്നും പാടില്ല. എന്തായാലും തിരിച്ച് കിട്ടില്ല, ഉറപ്പുള്ള ഒരു കാര്യമാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പേഴ്സണൽ ഗ്രോത്തിന് അതെന്തായാലും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വെള്ളിയാഴ്ചകളിൽ എന്തായാലും ശുക്രമന്ത്രം ജപിക്കുക, അമ്പലം വിസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ആരോഗ്യപരമായിട്ട് സ്ട്രെസ് ഇഷ്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലാണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് വലിയ രീതിയിലൊന്നും കാണുന്നില്ല. ഉറക്കക്കുറവ് എന്തായാലും ഉണ്ടാവും. മെഡിറ്റേഷനും ഈവനിങ് വാക്കൊക്കെ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യും. ക്രിയേറ്റിവിറ്റി, പേഷ്യൻസ്, സ്മാർട്ടായിട്ടുള്ള ചാം, ഇതെല്ലാം നിങ്ങൾക്ക് സക്സസ്സിലേക്കുള്ള ഒരു പ്രോഗ്രസ് ആയിരിക്കും.